എല്ലാവർക്കും നമസ്കാരം. ക്ലബ് അമരേന്ത്യൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള നാട്ടുപൊലിമ 2025 എന്ന രീതിയിൽ ഏപ്രിൽ 27, 28 2 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ 2ാം ദിവസമായ ഇന്ന് സാംസ്കാരിക സമ്മേളനത്തോടുകൂടി ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം 3 വർഷം കടന്നു പോകുന്ന ക്ലബ്ബ് രൂപീകരിച്ച് 3 വർഷം കടന്നു പോകുന്ന വേളയിലാണ് ഈ ഒരു വാർഷിക പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ലബിൻ്റെ ആരംഭഘട്ടത്തിൽ രൂപീകരണത്തിൽ തന്നെ ക്ലബ്ബ് മുന്നോട്ട് വെച്ച ഒരു ആശയം എന്നുള്ളത് നാട്ടിൽ ഒരു പൊതു മൈതാനം അല്ലെങ്കിൽ ഒരു പൊതു ഇടം വേണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പൊതു മൈതാനത്തോടൊപ്പം തന്നെ ഒരു പൊതു ഹാൾ നമ്മുടെ നാട്ടിലെ കലാ സാംസ്കാരിക മേഖലകളിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇടം. ഹാൾ കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലുള്ള കലാ കായിക പ്രതിഭകളെ പരിശീലനം കൊടുക്കുന്നതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള മാർഷൽ ആർട്സുകൾ, അതുപോലെ തന്നെ ഡാൻസുകൾ ഒക്കെ പരിശീലിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം, അതുപോലെ തന്നെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇടം എന്നുള്ള രീതിയിലാണ് തുടക്കം മുതലേ ഈ ആശയം മുന്നോട്ട് വെച്ചിട്ട് ക്ലബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രത്യേകിച്ചിട്ടും ഈ ഒരു 3ാം വാർഷികത്തിന് കഴിഞ്ഞ വാർഷികത്തിൽ ആയി നോക്കുമ്പോൾ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഏകദേശം 1 വർഷമായി ഈ ഒരു പൊതു മൈതാനത്തിൻ്റെ ഫണ്ട് ശേഖരണവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് നാട് മുഴുവൻ അതിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു. അതിൻ്റെ ഒരു 1ാം ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് അതിൻ്റെ ഒരു 1/3 തുക ഉടമക്ക് കൊടുത്തുകൊണ്ട് ഉടമയുടെ സമ്മതത്തോടു കൂടി താൽക്കാലികമായി ഇതിൻ്റെ നമ്മുടെ പരിപാടികളായാലും മറ്റു രീതിയിലുള്ള നിർമ്മാണങ്ങളൊക്കെ ആയാലും നടത്താം എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണ പ്രകാരമാണ് ഈ ഒരു ഗ്രൗണ്ട് നിലനിൽക്കുന്ന വേദിയിൽ തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയത്. അതിൽ എല്ലാ നാട്ടുകാർക്കും ഏറെ സന്തോഷവും ആഹ്ലാദം നൽകുന്ന ഒരു പരിപാടിയാണ് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു സാംസ്കാരിക സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള സ്വാഗത അർപ്പിക്കലാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അവറുകളാണ്. അദ്ദേഹത്തെ ആദ്യമായി ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമ്യ ടീച്ചർ അവറുകളാണ്. അവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ക്ലബിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ക്ലബ്ബ് സെക്രട്ടറി നമിത് K ആണ്. നമിത്തിനെയും ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ബിന്ദുരാജ് CK,
സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നാദാപുരം, അദ്ദേഹത്തെയും അർദ്ധമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ചു സംസാരിക്കുന്നതിന് വേണ്ടി സന്തോഷം 4-ാം വാർഡ് മെമ്പറാണ്, ചുക്ലി ഗ്രാമപഞ്ചായത്ത്, അദ്ദേഹത്തെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ 5-ാം വാർഡ് മെമ്പറായിട്ടുള്ള ചുക്ലി ഗ്രാമപഞ്ചായത്ത് ശ്രീജ PV, അവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ജയേഷ് T, മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചുക്ലി പഞ്ചായത്ത്, അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആർ മുകുന്ദൻ മാസ്റ്റർ സാമൂഹ്യ പ്രവർത്തകനാണ്, അദ്ദേഹത്തെയും ആർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. VP നിത്യൻ സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തനവുമാണ്, അദ്ദേഹത്തെയും ആർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഫസൽ മൂസ സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തനമായിട്ടുള്ള ഫസൽ മൂസയും ആർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കനകരാജ് KK, നമ്മുടെ നാട്ടിലെ സാംസ്കാരിക രംഗങ്ങളിലെ നിറ സാന്നിധ്യമാണ്, അദ്ദേഹത്തെയും ആർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നവാസ് AP, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഉദയൻ മാസ്റ്റർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള സാന്നിധ്യമാണ്, അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് ഈ നാട്ടുപൊലിമ 2020 സംഘാടക സമിതി ചെയർമാനായിട്ടുള്ള ഷൈജിത്ത് NT ആണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ടീച്ചറെ ക്ഷണിക്കുന്നു. ചുക്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ കരുത്തയായ പ്രസിഡന്റ് CK രമ്യ ടീച്ചർ. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറായിട്ടുള്ള അഡ്വക്കേറ്റ് AM ഷംസീർ അവറുകൾ, ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ക്ലബ് അമരന്തേൻ്റെ 3-ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിച്ചേർന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എന്നും വിലപ്പെട്ടതാണ് എന്ന് സമൂഹത്തിന് വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വർഷം കഴിയും തോറും അമരന്തേൻ ക്ലബ്ബ് നടത്തി വന്നിട്ടുള്ളത്. നമ്മുടെ ചുക്ലിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, ജനകീയ കൂട്ടായ്മകളാണ് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനത്തിന് മാതൃകയായിട്ടുള്ളത്. നമ്മുടെ കോടിയേരി കോളേജായാലും അതുപോലെ തന്നെ നമ്മുടെ FHSC പോലുള്ള ആരോഗ്യ കേന്ദ്രമായാലും കളിക്കളം പോലുള്ള, ഇപ്പോൾ തന്നെ ഈ അമരന്തേൻ ക്ലബ്ബ് ജനകീയ കൂട്ടായ്മയിലൂടെയാണ് ഒരു കളിക്കളം എടുക്കാനുള്ള സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രയത്നിക്കുന്നത്. ആ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള അഡ്വക്കേറ്റ് AM ഷംസീർ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. പ്രിയപ്പെട്ട അധ്യക്ഷ ചുക്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രമ്യ, വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്താനെത്തിയ ശ്രീ ബിന്ദുരാജ്, ബഹുമാനപ്പെട്ട ഉദയ മാസ്റ്റർ, മറ്റ് ഫസൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്ലബ് അമരേന്തൻ ആണ്ടിപ്പിടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പറ്റം യുവാക്കളുടെ ഒരു സാംസ്കാരിക സ്ഥാപനമാണ്. ഈ സാംസ്കാരിക സ്ഥാപനം സാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല സംഘടിപ്പിക്കുന്നത്, സാംസ്കാരിക പ്രവർത്തനത്തോടൊപ്പം കലാപ്രവർത്തനവും സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്, കായിക പ്രവർത്തനവും സംഘടിപ്പിക്കുന്ന സ്ഥാപനമാണ് ക്ലബ് അമരേന്തൻ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സന്തോഷവും മറ്റുമൊക്കെ ഒരു ദിവസം തന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കണം. അങ്ങനെ വരുമ്പം അതൊരു ജനകീയ മൂവ്മെൻറ്റിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കണം. തീർച്ചയായും ഇവിടുത്തെ MLA എന്നുള്ള എൻ്റെ ഭാഗത്ത് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞു, നിത്യനൊക്കെയുള്ള സ്ഥലമാണല്ലോ, ഏതിന് മുൻകൈ എടുത്താൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഫസലുണ്ട്,
ഇവിടെ ഇപ്പം 30 സെൻറ്റാണ്. 20 സെൻറ്റ് കൂടിയെടുക്കാൻ പാകത്തക്ക നിലയിലുണ്ട് എന്നാണ് എൻ്റെ ചെവിയിൽ ഇവിടെ സന്തോഷ് സൂചിപ്പിച്ചത്. അപ്പം ഞാൻ ഫസലിനോട് സൂചിപ്പിച്ചു, നിങ്ങൾ തന്നെ മുൻകൈ എടുക്കാൻ. അതിന് പറ്റിയ സംഘാടകരുള്ള പ്രദേശമാണ് ചൊക്ലി. ചൊക്ലി തെളിയിച്ച നാടാണ്. ജനകീയമായി മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കി എങ്ങനെ വികസന പ്രവർത്തനം സംഘടിപ്പിക്കാമെന്ന് കേരളത്തെ പരിചയപ്പെടുത്തിയ നാടിൻ്റെ പേരാണ് ചൊക്ലി. അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അതാണ് തല ഉയർത്തി കോടിയേരി ബാലകൃഷ്ണൻ കോളേജ് അവിടെ നിൽക്കുന്നത്. അതാണ് ഫാമിലി ഹെൽത്ത് സെൻ്റർ നടത്തിയ മാറ്റം. അതുപോലെ ആണ്ടിപ്പീടികയിൽ ഇത്തരം ഒരു കായിക വിനോദത്തിന് വേണ്ടിയുള്ള ഒരു ഓപ്പൺ കളിസ്ഥലം തുടങ്ങാനാണ് ഇവർ ആലോചിക്കുന്നത്. അതിൻ്റെ മുൻകൈ നിങ്ങൾ ഏറ്റെടുക്കുമ്പം ഏതൊക്കെ തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭൂമി എടുക്കാമെന്ന് സർക്കാരിൻ്റെ സഹായം കിട്ടില്ല, തുറന്നു പറയാലോ. ഭൂമി എടുത്താൽ സ്റ്റേഡിയം അല്ലെങ്കിൽ കളിസ്ഥലം പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഞങ്ങളുടെ ഓഫീസുമായി അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും, ആ നിലയിലെല്ലാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾ കളിക്കാൻ സ്ഥലമില്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അമ്മ മക്കളോട് കളിക്കാൻ പറയാറുണ്ട്? ഏതെങ്കിലും അമ്മമാർ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. മക്കളെ കളിക്കാൻ പറയാം നിങ്ങൾ ആരാണെങ്കിലും? ഇല്ല. ഇങ്ങനെ ആക്കി പറഞ്ഞു, ആരും കളിക്കണ്ട, പഠിക്കാൻ പറയാറില്ലേ? ആ, പഠിക്ക് പഠിക്ക് പഠിക്ക്, കളിക്ക് 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 നാരങ്ങം പറഞ്ഞിട്ടുണ്ട്. കളിക്ക് 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 ഇന്നേവരെ ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ മക്കളോട് പറയേണ്ടത് കളിക്ക് 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 എന്നാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഏപ്രിൽ മെയ് മാസം പുസ്തകം തൊടാൻ പാടില്ല. നിങ്ങൾ അമ്മമാർ പറയും, അപ്പുറത്തെ ശാലിനീൻ്റെ മോന് ഭയങ്കര പഠിപ്പാന്ന്, നീ ഇങ്ങനെ നടന്നോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ കമ്പാരിസൺ, താരതമ്യം അവസാനിപ്പിക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ഈ സ്റ്റേജിനകത്തിരിക്കുന്ന കൂട്ടത്തിൽ താരതമ്യം ഏറ്റവും കൂടുതൽ പഠിച്ച ഒരാളാണ്. ഉദയം മാഷ പഠിപ്പ് എനിക്കറിയില്ല, ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു മാഷാകുമ്പോൾ സോങ്ങിൻ്റെ പഠിച്ചിട്ടുണ്ടാവും. കളിച്ചു വളർന്ന ആൾക്കാരാണ്. ഏപ്രിൽ മെയ് മാസം പുസ്തകം തൊട്ടിട്ടില്ല. നമ്മളാരും മോശമായിട്ടില്ല. രക്ഷിതാക്കളെ ചിന്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും പഠിക്കണം എന്നാണ്. നിങ്ങൾ ഫിസിക്കൽ ലോകത്ത് നിങ്ങളുടെ മക്കളോട് പറയുന്നത് അപ്പുറത്ത് പോകരുതേ, ഇപ്പുറത്ത് പോകരുതേ പറയാറുണ്ടല്ലേ? എന്നാൽ നിങ്ങളുടെ മക്കൾ വെർച്വൽ ലോകത്ത് മൊബൈൽ ഫോൺ കൊണ്ട് കളിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നോക്കാറുണ്ടോ? ആരും നോക്കാറില്ല. ഫിസിക്കൽ വേൾഡിനകത്ത് നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങോട്ട് മിണ്ടാൻ പാടില്ല. എന്നാൽ വെർച്വൽ ലോകത്ത് നിങ്ങളുടെ മക്കൾ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ടാബും കൊണ്ട് കളിക്കുന്നത് നിങ്ങൾ എത്ര ആളാണ് നോക്കുന്നത്? യഥാർത്ഥത്തിൽ അവിടെ ഒരു ശ്രദ്ധ വേണ്ടേ? പണ്ടെന്താ പറയാ, പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡ് എന്നാണ്. കളിക്കുന്ന കുട്ടിക്കാലം. ഇന്നെന്താ ഇന്ന് കളിക്കുന്ന കുട്ടിക്കാലമല്ല, മറിച്ച് ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡാണ്. ഫോണിനെ കൊണ്ടുള്ള കുട്ടിക്കാലമാണ്. എല്ലാവരും ഫോണുകൊണ്ട് കളിക്കുക. അത് ചൈൽഡ്ഹുഡ് മാത്രമല്ല, നിങ്ങളോ തന്നെ കളിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിലർ എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ എത്തി? ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. എന്താ ഇപ്പോൾ? ഞാൻ ഡിഗ്രി ഫിലോസഫിയാണ്. ഡിഗ്രി ഫിലോസഫി പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച ചിന്തകൻ്റെ പേര് ദക്കാർത്തെ എന്നാണ്. ദക്കാർത്തെ ലോകം അറിയപ്പെടുന്ന തത്വശാസ്ത്രത്തിനും ചിന്തകനുമാണ്. അദ്ദേഹം പറഞ്ഞത്, ഐ തിങ്ക് ദെർഫോർ ഐ എക്സിസ്റ്റ്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ഞാൻ ചിന്തിക്കുന്നു എന്നതുകൊണ്ട് ഞാനുണ്ട്. ഇന്നെങ്ങനെയാ? ഐ ആം ബിക്കോസ് ഐ ഹാഡ് എ സ്മാർട്ട് ഫോൺ. ഞാനുണ്ട് എന്ത്? എൻ്റെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉള്ളതുകൊണ്ട്. ഇതാണ് കാലം. ഈ കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ സ്പേസിനകത്ത് ഇടപെടാതെ നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയ സ്പേസിനകത്ത് നമുക്ക് നിയന്ത്രണം അനിവാര്യമാണ്. ഇപ്പം എല്ലാം ഫേസ്ബുക്ക് ആണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടോ, നിന്റെ അച്ഛൻ മരിച്ച ഞാൻ അറിഞ്ഞ ലൈക്ക് അടിച്ചിന്. ഇതാണ് വേറൊരുത്തം പറയാം, ഇനി എൻ്റെ അമ്മ മരിച്ചാൽ ലൈക്ക് അടിച്ചിട്ടില്ല.
ഫേസ്ബുക്കിലിട്ടാണ്. ഇതാണ് കാലം. സോഷ്യൽ മീഡിയയെ മാറ്റി നിർത്തി പോകാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളെല്ലാവരും ഫേസ്ബുക്കാണല്ലേ. ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, എക്സ് ഉണ്ട്, അതല്ലേ പ്രധാനപ്പെട്ട ഇൻസ്റ്റാഗ്രാം. ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് നമ്മുടെ പ്രായക്കാരൊക്കെ ഫേസ്ബുക്കിലായിരിക്കും. പുതിയ മാഷൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. ഇത് നമ്മുടെ താഴെയുള്ള ആൾക്കാർ ഏതാ? ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നിനും കൊള്ളാത്ത ആളാണ്. അപ്പോൾ ഈ ഫേസ്ബുക്കിനകത്തും സോഷ്യൽ മീഡിയക്കകത്തും പറയുന്നത് എത്ര സമയം വരെ ഇടപെടാം ഈ പ്ലാറ്റ്ഫോമിൽ? അവിടെയാണ് പഠന റിപ്പോർട്ടുകൾ പറയും. നിങ്ങളൊരു പുതിയ വാക്ക് ഞാൻ പരിചയപ്പെടുത്താം. സ്ക്രീൻ ടൈം എന്ന് പറയാം. എന്താ സ്ക്രീൻ ടൈം? സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ എത്ര സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ടാബ്, നിങ്ങളുടെ മൊബൈൽ ഫോണ്, നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ നല്ലതുപോലെ നിയന്ത്രണം വന്നു. അതാണ് സ്ക്രീൻ ടൈം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഹൈടെക് ക്ലാസ് റൂംസ് വന്നു. എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യം, സ്വീഡൻ പോലുള്ള ഡെവലപ്ഡ് രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസിൽ ബാക്ക് ടു പെൻസിൽ, ബാക്ക് ടു പേപ്പറാണ്. എന്താ കാരണം? ഞാൻ ഒറ്റ കാര്യം, ഇപ്പോൾ അക്ഷരരീതി ഇപ്പം നിങ്ങളെല്ലാവരും അടിക്കുമല്ലോ അല്ലേ? മൊബൈൽ ഫോണിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂലേ? ഗുഡ് മോർണിംഗ് ഇങ്ങനെ അയക്കുക, GD സ്പേസ് MRNG, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഗുഡ് മോർണിംഗിന്റെ സ്പെല്ലിംഗ് അതാണ്. GUD അല്ലേ? LAGOOD, ഗുഡ് അല്ലേ? MORNING, അതാണ് ഗുഡ് മോർണിംഗ്. ഈ സോഷ്യൽ മീഡിയ സ്പേസിനൊക്കെ ഇടപെട്ട് അക്ഷരങ്ങൾ ചുരുക്കി വന്ന് നമ്മുടെ തലമുറയ്ക്ക് ഇപ്പൊ അക്ഷരം അറിയില്ല. ഗുഡ് നൈറ്റ് എല്ലാം ചുരുക്കുകയാണ്. ചുരുക്കി എഴുതി പരീക്ഷയ്ക്ക് GDMRNG എഴുതിയ മാർക്ക് കിട്ടൂല. പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതേണ്ടത്? ഫുൾ അക്ഷരത്തിൽ എഴുതണം. അത് സോഷ്യൽ മീഡിയ സ്പേസിനകത്ത് ചുരുക്കി എഴുതി നമ്മുടെ തലമുറ അക്ഷരം മറന്നു പോകുന്നു, അക്കങ്ങൾ മറന്നു പോകുന്നു. അക്ഷരവും അക്കവും അറിയാത്ത രീതിയിലേക്ക് നമ്മുടെ തലമുറ മാറിപ്പോവുകയാണ്. ഇന്റർനെറ്റ് ഇപ്പോൾ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ സ്റ്റാർലിങ്ക് ഇലോൺ മസ്കാണ്. ഇവിടെ എവിടെ എത്തിയപ്പോൾ നിങ്ങൾ അറിയാം, AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താ അത്? ഞാൻ സമീപകാലത്ത് കണ്ട ചിത്രമാണ് രേഖാചിത്രം. സിനിമ കണ്ടി നിങ്ങൾ? രേഖാചിത്രം ആസിഫ് അലിയുടെ അത് കണ്ടതാ. ആസിഫ് അലി പറയൂ, കണ്ടാൽ ചോദിക്കുമല്ലോ സിനിമ കണ്ടിട്ടോ? അതുകൊണ്ട് നമ്മൾ പോയി കണ്ടു. ഞാൻ പറഞ്ഞു ഗംഭീരമായിരുന്നു, നല്ല പടമാണ്. ഇപ്പം ലാസ്റ്റ് തുടരുമെന്ന് പറഞ്ഞ സിനിമ വരെ ഞാൻ ലാസ്റ്റ് കണ്ടത്. ഞാൻ അങ്ങനെ സിനിമക്കാരനൊന്നുമല്ല കേട്ടോ, പക്ഷേ യാദൃശ്ചികമായി ഒരു സമയം കിട്ടിയപ്പോൾ തുടരും എന്നുള്ള അവസാന സിനിമയും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രേഖാചിത്രത്തിൻ്റെ പ്രത്യേകത എന്താ? രേഖാചിത്രത്തിൽ മമ്മൂട്ടി വരുന്നുണ്ട്. മമ്മൂട്ടി വിചാരിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട ഒറിജിനൽ മമ്മൂട്ടിയല്ല, AI മമ്മൂട്ടിയാണ്. അപ്പൊ AI കാലാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ശേഷം വേണമെങ്കിൽ എന്നെ ഉണ്ടാക്കാം, അനൂപിലിരിക്കുന്ന അനൂപിനുണ്ടാക്കാം. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലായിടത്തും എത്തുകയാണ്. നിർമ്മിത ബുദ്ധി എന്ന് പറയാം. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നിർമ്മിത ബുദ്ധിയിൽ നിന്ന് പൂർണ്ണമായും മാറി സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കില്ല, അത് വേണ്ടി വരും. പക്ഷെ അവിടെയാണ് നിയന്ത്രണം വേണം, റെഗുലേഷൻ അനിവാര്യമാണ്. റെഗുലേഷൻ ഇല്ലെങ്കിൽ, നിയന്ത്രണം ഇല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ, ഈ നിയമം, ഈ ഹൈടെക് ടെക്നോളജി നമ്മളെ അപകടത്തിൽപ്പെടുത്തും എന്നുള്ളതാണ്. എല്ലാ മേഖലയുടെ കൂടെയാണ് AI. ഡോക്ടർമാർ അപ്രസക്തമാകും AI വരുമ്പം. ജുഡീഷ്യൽ ഓഫീസർമാർ അനിവാര്യമല്ലാതായി മാറും. വക്കീലന്മാർ വേണ്ടാതായി വരും. കാരണം എന്താ? AI ചോദിക്കുക. ഇപ്പോൾ അലഹബാദ് കോടതി, ഉത്തരേന്ത്യയിലെ ഒരു കോടതി, അവിടെ കോടതി ജുഡീഷ്യൽ ഓഫീസർ എങ്ങനെ തീരുമാനമെടുത്താൽ അറിയാം. ജുഡീഷ്യൽ ഓഫീസർ തീരുമാനമെടുത്തത് AI ചോദിച്ചിട്ട്, അപ്പോൾ ഇങ്ങനെ ക്രൈമാണ്, ഈ ക്രൈമിന് എന്താണ് കുറ്റം, പനിഷ്മെൻറ്റ് കൊടുക്കണം, എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്? അപ്പോൾ ക്രൈം AI ഇതിനകത്ത് അടിച്ചു കൊടുത്ത് ഇത് വളരെ ഗുരുതരമായ കുറ്റമാണ്, സിവിയർ പനിഷ്മെൻറ്റ് കൊടുക്കണം. ആ രീതിയിലേക്ക് എത്തി. ട്രീറ്റ്മെൻറ്റിൻ്റെ കാലത്ത് നിങ്ങൾക്ക് അസുഖങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നി. നിങ്ങളുടെ അസ്വസ്ഥത ഡോക്ടറോട് പറയുന്നത് പോലെ ഈ AI എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇപ്പം വരുന്നത്? ഒന്ന് ChatGPT ആണ്, മറ്റൊന്ന് ഡീപ് സീക്കാണ്, ചൈനയുടേതാണ്, മറ്റൊന്ന് പെർപ്ലക്സിറ്റിയാണ്. ഇതിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
എനിക്ക് ഇങ്ങനെ അസ്വസ്ഥതയൊക്കെ ഉണ്ട്, എന്താണ് അതിന് മരുന്ന് വേണ്ടത്? അത് അടിച്ചും കൂടി തരും. ഇതാണ് കാലം. ഇനിയിപ്പോൾ ഇവിടെ പ്രസംഗമൊന്നും, ഞാൻ ഒരു കാര്യം പറയും, നിങ്ങളിപ്പോൾ പ്രസംഗം കേൾക്കാൻ ഇരിക്കുന്ന ആളാണ് എനിക്കറിയാം. നിങ്ങളിപ്പോൾ ഞാൻ നോക്കുമ്പോൾ നൃത്ത സംഗീത രാവ്, അലിയൻ മോങ്കിൻ്റെ റാപ്പ് മ്യൂസിക്, ഇപ്പോൾ കസേര ഇപ്പം ഇരുന്നാൾ എണീച്ചു പോയി അടുത്ത് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് സംഘാടകരുടെ പറയുന്ന പ്രസംഗം കേൾക്കാൻ ഇരുന്ന ആൾക്കാർ കലാപരിപാടി കാണാൻ വന്നാൽ അവർക്ക് കൊടുക്കണം സീറ്റ്. പെട്ടെന്ന് നിന്ന് എണീച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ സീറ്റ് കിട്ടൂല. കാരണം കലാപരിപാടിക്കാർ വന്ന് നിങ്ങളെ സീറ്റ് പിടിച്ചാൽ. ഏയുടെ കാലത്ത് ദീർഘദൂരമുള്ള പ്രസംഗത്തിന് സ്കോപ്പില്ല. ദീർഘനേരം ചിലരുണ്ടല്ലോ, ഒരു 1.5 മണിക്കൂർ വെച്ച് കാച്ചുക, അതിനൊന്നും ഒരു സ്കോപ്പുമില്ല. വളരെ ചുരുക്കി സംസാരിച്ചാൽ വലിയ രീതിയിൽ ജനപിന്തുണ കിട്ടും. കാരണം നമ്മളിവിടെ പ്രസംഗിച്ച് നിങ്ങൾ കൈമാറുന്ന എല്ലാ അറിവും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ സ്വായത്തമാക്കാൻ സാധിക്കും. അതാണ് കാലം. അപ്പോൾ ആ കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവാതെ നമ്മുടെ സകല അറിവും ഇങ്ങോട്ട് വളമാൻ നിന്നാൽ ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം നാളെ എന്നെ കണ്ട ഓടിക്കളയും. ഞാനാണ് പ്രസംഗിക്കുന്നത്, അപ്പം ഇങ്ങോട്ട് വരികയില്ല. എന്ന് 1-2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം എങ്ങോട്ട് നാട് പോകുന്നത്? ഇന്ന് രാവിലെ ഞാൻ കോഴിക്കോട് വന്നിറങ്ങിയത്. കോഴിക്കോട് നിന്ന് പത്രം വായിക്കും, ഇവിടുത്തെ പത്രത്തിലുണ്ടാവും. കോഴിക്കോട് ടൗണിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടു. എന്താ? ആൾക്കൂട്ട കൊലയാണ്. ക്യാമ്പസിനകത്തുണ്ടായ ഒരു ചെറിയ വാക്ക് തർക്കത്തിൻ്റെ മുകളിൽ പകവെച്ചു അച്ഛനും മക്കളും, പ്രതികളാരൊക്കെ? അച്ഛനും മക്കളും നാട്ടുകാരും 10 പേർ ചേർന്ന് ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലുകയാണ്. എങ്ങോട്ട് പോകുന്നു കേരളം? 10 പേർ ചേർന്ന് ഒരു കുട്ടിയെ തല്ലിക്കൊല്ലുന്നു. 1. 2 മാസം മുമ്പാണ് താമരശ്ശേരിയിൽ സമാനമായ രീതിയിൽ ഒരു +2 വിദ്യാർത്ഥിയെ, ക്ലാസ്സിനകത്തെ +2 വിദ്യാർത്ഥികൾ ചേർന്ന് തല്ലിക്കൊന്നത്. എങ്ങോട്ട് പോകുന്നു നമ്മുടെ കുട്ടികൾ? എങ്ങനെയാണ് 16 വയസ്സുകാരനും 17 വയസ്സുകാരനും കൊല്ലേണ്ട മാനസികാവസ്ഥ ഉണ്ടാകുന്നത്? വെല്ലുവിളിക്കൊക്കെ അതൊക്കെ നമ്മൾ തമാശ, ഇന്ന് കാണിച്ചേരടൊക്കെ പറയല്ലേ, കാണിച്ചേരട വമ്പത്തര. ആ പറച്ചലിനപ്പുറത്ത് നമ്മൾ ആരും, നമ്മളെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ട് എൻ്റെ കാലടിച്ച് മുറിക്കും. കാല് പോയിട്ട് വാഴേൻ്റെ കൊല പോലും തന്നെ കൊണ്ടുപോയില്ല. എന്നെ കൊന്ന് ശരിയാക്കി കൊല കാണിച്ചേരടാ നമ്മൾ. എന്ത് കൊല? പക്ഷെ ഇപ്പൊ തലമുറ എങ്ങനെയാ? അതാണ് കോഴിക്കോട്ട് ഇന്നലെ നടന്ന സംഭവം ഇന്ന് പത്രത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം അതേ താമരശ്ശേരിയിൽ നടന്ന മറ്റൊരു സംഭവം, +2 വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് തല്ലിക്കൊല്ലുന്നു. ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി പരസ്പരം വെല്ലുവിളിക്കുകയാണ്. ഞാൻ മക്കളോട് പറയട്ടോ, ഒരു പ്രായത്തിൻ്റെ ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ നമ്മുടെ ഭാവി തന്നെ തകർക്കുകയാണ്, നമ്മുടെ ഭാവി തന്നെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് ഒരു രക്ഷിതാക്കളെ ഞാൻ പറയുന്ന, ഒരു തരത്തിലും തെറ്റായ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പിന്നെ എൻ്റെ മോൻ നല്ലതാ, ബാക്കിയുള്ള ആളാ മോശം. നിങ്ങളുടെ മക്കൾക്ക് സമൂഹത്തിനകത്തുള്ള തെറ്റായ സ്വാധീനത്തിൻ്റെ ഭാഗമായി തെറ്റായ ശീലങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവാം. നിങ്ങളെ മക്കളെക്കുറിച്ച് പരിശോധിക്കുന്നതിന് പകരം നാട്ടുകാരെ മക്കളൊക്കെ മോശമാണ് എന്ന രീതിയിൽ രക്ഷിതാക്കൾ ചിന്തിക്കാൻ പാടില്ല. തെറ്റ് നമ്മുടെ മക്കളുടെ പക്ഷത്ത് പറ്റിയാൽ അവരെ തിരുത്താനും ശാസിക്കാനും രക്ഷിതാക്കൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം എവിടെ എത്തി? ഡ്രഗ്സിന്റെ ഉപയോഗം നമ്മുടെ കേരളീയ സമൂഹത്തിൽ ശക്തിപ്പെടുന്നു. 10ാം ക്ലാസ്സുകാരൻ, 11ാം ക്ലാസ്സുകാരൻ, 9ാം ക്ലാസ്സുകാരൻ, അവരൊക്കെ ഡ്രഗ്സിന് അനുഭവപ്പെടുകയാണ്. നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ക്യാമ്പസിന്റെ ചുറ്റുവട്ടത്ത്, സ്കൂളിന്റെ പരിസരത്ത് ഇത്തരം അരാജക സംഘങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും. അത്തരം അരാജക സംഘങ്ങൾ കാത്തിരിക്കുമ്പം ആ അരാജക സംഘങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നാട്ടുകാർക്ക് ഉത്തരവാദിത്തമുണ്ട്. പലതരത്തിൽ ഡ്രഗ്സിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയ എങ്ങനെയാണ് അമ്മയെ വെട്ടിക്കൊല്ലാൻ മോന് തോന്നുന്നത്? ഇത് ബോളിവുഡ് സിനിമയിലെ തിരക്കഥയല്ല. ഈ കേരളത്തിൽ സമീപകാല സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ബോളിവുഡിലെയോ മോളിവുഡിലെയോ അല്ലെങ്കിൽ തമിഴ് ചിത്രത്തിലെ തിരക്കഥയോ സ്ക്രിപ്റ്റോ അല്ല, ഇവിടെ നടന്ന കാര്യമാണ്. നിങ്ങൾ കണ്ടില്ലോ, 1 ടൈം സെറ്റിൽമെന്റ് പോലെയല്ലേ ഒരുത്തൻ കയറി അവൻ്റെ കാമുകീനെയും അവൻ്റെ അച്ഛൻ്റെ പെങ്ങളെയും അനിയനെയൊക്കെ വെട്ടിക്കൊന്നത്. അങ്ങ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്, എറണാകുളത്തെ പറവൂരിൽ 2 പേരെ വെട്ടിക്കൊല്ലുന്നു.
അമ്മയെ മകൻ കൊല്ലുന്നു, ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു. എങ്ങോട്ട് പോകുന്നു നമ്മുടെ നാട്? ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു, അമ്മയെ മകൻ കൊല്ലുന്നു, സഹോദരങ്ങളെ സഹോദരൻ കൊല്ലുന്നു. ആ രീതിയിൽ ക്രൈം നടത്താൻ, കൊലപാതകം നടത്താൻ, കുറ്റം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത രീതിയിൽ നമ്മുടെ തലമുറ മാറിപ്പോകുന്നു. അവിടെയാണ് ഇത്തരം സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. അമരേന്ദ്രൻ എന്ന സാംസ്കാരിക സ്ഥാപനം ആ പങ്ക് നിർവഹിക്കുന്നു. അതാണ് അവരുടെ പ്രത്യേകത. അതാണ് അവർ മാസ് കളക്ഷനിലൂടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ മുന്നേ. ഗ്രൗണ്ട് മസ്റ്റാണ്. കളിക്കണം, നല്ല വെയിലൊക്കെ കൊള്ളണം, അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരും. ഇതാരും വെയിലും കൊള്ളുന്നില്ല. നിങ്ങൾ ബ്ലഡ് പരിശോധിച്ച് എല്ലാവർക്കും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. കുറച്ച് കറക്കൊക്കെ ചെയ്യും, സാരയില്ല, നല്ല വെയിലൊക്കെ കൊള്ളണം. അപ്പം കളിക്കാൻ, കായിക വിനോദത്തിൽ ഏർപ്പെടാൻ, കായിക വിനോദത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. വോളിബോളും ക്രിക്കറ്റും ഫുട്ബോളും ബാസ്കറ്റ് ഹോക്കിയും അങ്ങനെ ഏതെല്ലാം കായിക വിനോദങ്ങളുണ്ടോ ആ കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ കലാപ്രവർത്തനങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം. കലാപ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വവും നിർവഹിക്കും എന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഒരു ഭാഗത്ത് മതനിരപേക്ഷവാദിയായി വളരുക എന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ യാതൊരു തരത്തിൽ അരാജകത്തിലും പെടാതെ നമ്മുടെ തലമുറ മുന്നോട്ട് പോകണം എന്നുകൂടി പറഞ്ഞ് ഒരുപാട് പേർ വേദിക്കകത്ത് ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ നോക്കുമ്പോൾ ഒരു കുട്ടി നൃത്തത്തിന് വേണ്ടി തയ്യാറായി മേക്കപ്പ് ചെയ്ത് പുറത്തു നിൽക്കുന്നുണ്ട്. സ്റ്റേജിൽ ഒരുപാട് പേരിയ്ക്കുന്നുണ്ട്. അങ്ങ് സ്റ്റേജിൻ്റെ ഏറ്റവും പുറകിൽ ഓഡിയൻസിൽ ഒരു കുട്ടി നൃത്തം ചെയ്യാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നം നിർത്തലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കൂട്ടായി സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം അരാജകത്വത്തെ പ്രതിരോധിക്കാനും നാടിനെ മുന്നോട്ടേക്ക് നയിക്കാനും അമരേന്ദ്രൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ കൂടെ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെ കൂടെ ഇന്നലകൾ നിങ്ങൾ അണിചേർന്നതുപോലെ നാളെയും അണിചേരണമെന്ന് മാത്രം പറഞ്ഞു മറ്റു കൂടുതൽ കാര്യം കടന്നു പോവാതെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ചിന്തോദ്ദീപകമായ നല്ല വാക്കുകൾക്ക് നന്ദി. വേദിയിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇന്നലെ നടന്നിട്ടുള്ള മത്സര വിജയികൾക്ക് മ്യൂസിക്കൽ ചെയർ മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടിയവർക്കും വിക്കറ്റ് ത്രോ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയവർക്കും സമ്മാനം നൽകുന്നു. മ്യൂസിക്കൽ ചെയർ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ പല്ലവി ബഹുമാനപ്പെട്ട സ്പീക്കറിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2ാം സ്ഥാനം നേടിയ സന്നിജിയും വേദിയിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിക്കറ്റ് ത്രോ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വിനില ബാബു. വിനില ബാബു. വിക്കറ്റ് ത്രോ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വിനില ബാബു. താങ്ക് യു സർ. നമ്മുടെ നാട്ടുപൊലിമയുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ അടുത്തത് റിപ്പോർട്ട് അവതരണമാണ്. ക്ലബ് സെക്രട്ടറി കെ നമിത് റിപ്പോർട്ട് അവതരിപ്പിക്കും. ക്ലബിൻ്റെ ഇതുവരെയുള്ള റിപ്പോർട്ടാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ക്ലബ് അമരന്തെ 2022 രൂപീകരിച്ച് ക്ലബിൻ്റെ 3ാം വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. 19 എക്സിക്യൂട്ടീവ് 2 രക്ഷാധികാരികളും അടങ്ങുന്ന കമ്മിറ്റി സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് നെഹ്റു യുവകേന്ദ്ര യുവജന ബോർഡ് എന്നിവയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെഹ്റു യുവകേന്ദ്ര കണ്ണൂരും ക്ലബ് അമരന്തയും ചേർന്ന് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്, അതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനം, ഡോക്ടർ അംബേദ്കർ ജയന്തി എന്നീ പരിപാടികളും 2025 വർഷക്കാലത്ത് ക്ലബ്ബ് നടത്തിയിട്ടുണ്ട്. ക്ലബിൻ്റെ രൂപീകരണ സമയത്ത് തന്നെ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു നാട്ടിലൊരു
പൊതുമൈതാനം. ആ സ്വപ്ന പദ്ധതി നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്ത് പാതി വഴി പിന്നിട്ടിരിക്കുകയാണ്. 10 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി പൊതുമൈതാനത്തിനായി കണ്ടെത്തിയ സ്ഥലമാണ് ഇന്നിവിടെ പരിപാടി നടത്തുന്നത് എന്നത് ഏറെ സന്തോഷകരമുള്ള കാര്യമാണ്. പരിപാടി നടത്തുന്നതിനും മറ്റും സ്ഥലം ഉപയോഗിക്കുന്നതിന് അനുമതി നൽകിയ സ്ഥലമുടമയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കഴിഞ്ഞ ചുക്ലി പഞ്ചായത്ത് ഗ്രാമോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നതിനും ബ്ലോക്ക് തലത്തിൽ റണ്ണേഴ്സ് അപ്പ് നേടുന്നതിനും ക്ലബിന് സാധിച്ചിട്ടുണ്ട്. ക്ലബിന് ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട്. പൊതുമൈതാനം യാഥാർത്ഥ്യമാക്കുന്നതിനും നല്ലൊരു നാളെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനും നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഒന്നുകൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി. താങ്ക് യു. CK ബിന്ദുരാജിനെ ആദരപൂർവ്വം പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്വാഗത ഭാഷകൻ, ഉദ്ഘാടകൻ, നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തികളെ, ഏതായാലും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ ക്ലബ്ബ് അമരന്തൈൻ എന്ന ടീമിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ കൊച്ചു കളിക്കളങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടിക്കൂടി വരുന്നു. നമ്മൾ പണ്ട് ഓടിക്കളിച്ച് തളർന്ന് ഫുട്ബോളും ക്രിക്കറ്റും മറ്റും കളിച്ച് ഓടിത്തളർന്ന് കിടന്നുറങ്ങുന്നതിന് പകരം ഇന്നത്തെ തലമുറ ഉറക്കം കിട്ടാതെ ഉഴലുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ആ ഉറക്കത്തിന് വേണ്ടി കൃത്രിമമായ പല സംഗതികളും ഉപയോഗിച്ചാണ് അവർ ഉറക്കം കണ്ടെത്തുന്നത് എന്ന് നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഇവിടെയാണ് ഒരു കളിക്കളത്തിനുള്ള പ്രസക്തി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരു കളിക്കളം ഉണ്ടാക്കുന്നതിൽ വളരെയേറെ മുന്നോട്ട് പോയതിൽ വളരെയേറെ സന്തോഷം തോന്നുന്നു. ഏതായാലും ഞാൻ സമയക്കുറവ് ഉണ്ട് എന്ന് എനിക്കറിയാം. ഏതായാലും നേരെ വിഷയത്തിലേക്ക് പോകാം. ഞാൻ കുറച്ച് ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച് പറയാം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ വിഷയം, സാർ ഇപ്പോൾ 2-3 കൊലപാതകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ 2-3 മാസം മുന്നേ വയനാട് ഇലക്ഷനോടനുബന്ധിച്ച് നാദാപുരത്ത് നിന്നും ട്രാൻസ്ഫറായി പോയ പോലീസ് സ്റ്റേഷൻ്റെ പേരാണ് നേരത്തെ സാറ് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ. അവിടെ നടന്ന 3 കൊലപാതകങ്ങളും, ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്ന 3 കൊലപാതകങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. എന്താണ് ലഹരി? എന്തിനെയാണ് നമ്മൾ ലഹരി എന്ന് വിളിക്കുക? എന്തിനെയാണ് ലഹരി എന്ന് വിളിക്കുക? ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാളേറെ കൂടുതൽ ക്ലാസ്സുകളാണ് എടുക്കാറ്. ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും പുകയിലയാണ്, സിഗരറ്റാണ്, കഞ്ചാവാണ്, MDMA ആണ്, LSD ആണ്, കൊക്കൈനാണ് എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ പറയുന്നത്, ഞാൻ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കാറില്ല. ലഹരി എന്ന വാക്കിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ലഹരി എന്ന വാക്കിനർത്ഥം എന്താണോ നമ്മൾക്ക് ചെയ്യാൻ ഏറെ ഇഷ്ടം അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ത്വരയാണ് നമ്മൾ ലഹരി എന്ന് വിളിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ മക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ലഹരി കണ്ടെത്തി കൊടുക്കണം. മക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നല്ല ഒരു ലഹരി കണ്ടെത്തിയില്ല എങ്കിൽ നിങ്ങൾ എത്തിപ്പെടുന്ന 2 ലഹരിയുണ്ട്. 1 ലഹരി പദാർത്ഥങ്ങളോടുള്ള ലഹരി, 2 മൊബൈൽ ഫോണിനോടുള്ള ലഹരി. എന്താണ് ലഹരി പദാർത്ഥങ്ങൾ? എന്തിനെയാണ് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നത്?
മനുഷ്യ മസ്തിഷ്കത്തെ മന്ദീഭവിപ്പിക്കുന്ന, പ്രകൃതിയാലോ മനുഷ്യനിർമ്മിതമായോ ഉണ്ടാക്കിയ യാതൊരു വസ്തുക്കളെയും നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രകൃതിയാൽ ഉണ്ടാക്കിയ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് അറിയോ? ഏതൊക്കെയാ? പുകയില പോലുള്ള, കഞ്ചാവ് പോലുള്ള, കള്ള് പോലുള്ളതൊക്കെ നമ്മൾ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് മനുഷ്യനിർമ്മിതമായ ലഹരി പദാർത്ഥങ്ങൾക്കാണ്. മദ്യം പോലുള്ള, മയക്കുമരുന്ന് പോലുള്ള, LSD പോലുള്ള, MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾക്ക് പോലുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് എന്നും നമ്മൾ തിരിച്ചറിയണം. എന്താണ് പ്രകൃതിയാൽ ഉണ്ടാക്കിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയോ? നമ്മൾ പണ്ട് നമ്മുടെ തൊട്ടടുത്ത ജില്ലയിലെ, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ചേറ്റുകുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് വലിയ കടപ്പുറത്ത് വലിയ ഏരിയയിൽ പുകയില ചെടി നട്ട് 5 നേരവും വെള്ളം നനച്ച് വലിയ ചെടികളുണ്ടാക്കി, വലിയ ഇലകളുണ്ടാക്കി, അത് വെയിലത്തിട്ട് വാട്ടി കറുപ്പിച്ച് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ അത് പുകയിലെന്ന് വിളിക്കുകയും അത് വെത്തിലിയോടും ചുണ്ണാമ്പിനോടുമൊപ്പം നല്ലോണം മുറുക്കി ചുവപ്പിച്ച് തുപ്പി. പിന്നീടത് വല്ലാത്ത ദുരന്തങ്ങൾക്ക് കാരണമായി. ഇത് ഉപയോഗിച്ച ആളുകളിൽ മിക്ക ആളുകൾക്കും കവളരച്ച് പോലുള്ള, ഇപ്പോൾ നമ്മൾ ഭംഗിയായി വിളിക്കുന്ന മൗത്ത് ക്യാൻസർ വരാൻ തുടങ്ങി. പിന്നീട് നമ്മുടെ യുവതലമുറ ആ പുകയില വെട്ടി നുറുക്കി ഇലയിൽ ചുറ്റിയപ്പോൾ നമ്മളതിനെ ബീഡി എന്ന് വിളിച്ചു, അത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് കുറച്ചുകൂടെ ഡീസൻ്റായി ആ പുകയില തറിച്ച് മുറിച്ച് പേപ്പറിൽ ചുറ്റിയപ്പോൾ സിഗരറ്റ് എന്ന് വിളിച്ചു, അത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ കേരളത്തിൽ നല്ലൊരു നിയമം നടപ്പിലാക്കി തുടങ്ങി. പബ്ലിക് പ്ലേസിൽ പുകവലിക്കാൻ പാടില്ല. കോട്ട്പ ആക്ട് ആണ് ഇതിൻ്റെ പേര്. നല്ലൊരു നിയമമാണ്. കേരളത്തിൽ ഈ അടുത്ത സ്റ്റേറ്റുകളിൽ കേരളത്തിൽ മാത്രമാണ് അതുള്ളത്. കർണാടകത്തിൽ നിങ്ങൾ പോയി റോഡിൽ നിന്നാൽ, തമിഴ്നാട്ടിൽ പോയി നിങ്ങൾ റോഡിൽ നിന്നാൽ, പോണ്ടിച്ചേരിയിൽ പോയി നിങ്ങൾ റോഡിൽ നിന്നാൽ തൊട്ടടുത്ത് നിന്ന് ഒരാൾ പുകവലിച്ച് മുഖത്തേക്ക് തള്ളി പുക തള്ളി തന്നാൽ ആ പുക തട്ടി മാറ്റണം. എന്നാൽ കേരളത്തിലെ പബ്ലിക് പ്ലേസുകളിൽ നിന്ന് ആരെങ്കിലും പുകവലിച്ചാൽ നോ എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. കാരണം ഇവിടെ അതൊരു നിയമമാണ്. ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് പോലും പുകയിലയുടെ ഒരു ഉൽപ്പന്നം പോലും കൊടുത്തുകൂടാ. ആ കൊടുക്കുന്ന കടക്കാരനോ ആളോ കേസിൽ പ്രതിയാണ്. അച്ഛൻ പറഞ്ഞയച്ചാൽ 10ഓ 15ഓ വയസ്സുള്ള കുട്ടിയെ അച്ഛൻ 2 സിഗരറ്റിന് വേണ്ടി കടയിലേക്ക് പോയാൽ ആ കുട്ടിക്ക് കടക്കാരൻ സിഗരറ്റ് കൊടുത്താൽ ആ കടക്കാരൻ കേസിൽ പ്രതിയാവും. സ്കൂളിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ വിൽക്കാനേ പാടില്ല. അപ്പം നല്ല നല്ല കാര്യങ്ങളുള്ള ഒരു നിയമത്തിൻ്റെ പേരാണ് കോട്ട്പ ആക്ട്. ആ കോട്ട്പ ആക്ട് വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ പുറത്ത് പബ്ലിക് പ്ലേസുകളിൽ പുകവലി കുറഞ്ഞു. എന്നാൽ എൻ്റെ അടുത്ത ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പുകവലി നിരോധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ വലിക്കുമ്പോൾ, മാമൻ വലിക്കുമ്പോൾ, ഏട്ടൻ വലിക്കുമ്പോൾ, ഭർത്താവ് വലിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നോ എന്ന് പറയാറുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ പുകവലിയോ മദ്യപാനമോ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ ഇന്ന് പറിച്ചെറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ വീട്ടിലെ കൊച്ചു മക്കളിൽ ഏറെ പേരും നല്ല പുകവലിക്കാരനോ നല്ല മദ്യപാനിയോ അല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ നല്ല രാസലഹരിയുടെ ഉപഭോക്താവോ ആയി മാറുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോഴേ അത് പറിച്ചെറിഞ്ഞേക്കണം. നമ്മുടെ മക്കളിൽ പലരും നമ്മുടെ രക്ഷിതാക്കളെ അനുകരിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത് ഫുട്പാത്തിൽ ഇരിക്കുമ്പോൾ അച്ഛൻ പോയ വഴിയെ മകൻ നടക്കുമ്പോൾ നമ്മൾ പറയും, ചെക്കൻ്റെ നടത്തം നോക്ക്, അച്ഛൻ്റെ അതേ നടത്തം. ഏതെങ്കിലും അച്ഛൻ പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ നടക്കുമ്പോൾ നടക്കണമെന്ന് പറഞ്ഞ്? ഇല്ല. നമ്മുടെ മക്കളിൽ പലരും നമ്മുടെ രക്ഷിതാക്കളെ അനുകരിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഏറ്റവും നല്ല മാതൃക നമ്മൾ രക്ഷിതാക്കളായിരിക്കണം. ആ രക്ഷിതാവ് വീട്ടിൽ നിന്ന് പുകവലി ചൂതും. ആ വലിയെക്കുറിച്ച് നിങ്ങൾക്കറിയോ? വലിക്കുന്ന ആളെ നമ്മൾ ആക്റ്റീവ് സ്മോക്കർ എന്ന് വിളിക്കും. ആ സ്മോക്കർ ചുണ്ടിൽ ബീഡി വെച്ച് അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ച് ഒരു വലി മുകളിലോട്ട് വലിക്കും. ആ വലിച്ച് കയ്യിൽ പിടിച്ച ബീഡിയിൽ നിന്ന് കുറേ പുക പുറത്തു പോകുന്നുണ്ടാവും. ഞാൻ വലിച്ച് കയറ്റിയ പുകയിൽ 80% പുറത്ത് വിടും. ആ പുറത്ത് വിടുന്ന പുകയും നമ്മുടെ റൂമിലുണ്ടാവും. ഇതിൻ്റെ ഉപഭോക്താവ് ആരാന്നറിയോ? സ്ത്രീകളും കുട്ടികളും കൊച്ചുമക്കളും ഒക്കെയാണ്.
ഇയാൾ വലിച്ചു വിട്ട പുക നമ്മൾ അങ്ങോട്ടേക്ക് വലിച്ചു കയറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വലിക്കുന്ന ആളോട് നോ എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാളെക്കാൾ മുന്നിൽ നിങ്ങൾ ഒരു മാറാ രോഗിയായി മാറും. ചിലപ്പോൾ ക്ഷയരോഗബാധിതരാവാം, ചിലപ്പോൾ മാരകമായ ക്യാൻസറിൻ്റെ അടിമയാവാം. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? നമ്മുടെ തൊട്ടടുത്താണ് MCC ഉള്ളത്. അവിടെയുള്ള ഡോക്ടർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ പോകണം. അവിടെ വരുന്ന 70% കൂടുതൽ രോഗികൾ വരുത്തി വെച്ച ക്യാൻസറുമായാണ് എത്തുന്നത്. എന്താ ഈ വരുത്തി വെച്ച ക്യാൻസർ? എന്താ ഈ വരുത്തി വെച്ച ക്യാൻസർ? ചോദിച്ചു വാങ്ങുന്ന ക്യാൻസറാണ്. ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ആളുകൾക്കാണ് വായിലെ ക്യാൻസറും തൊണ്ടയിലെ ക്യാൻസറും അന്നനാളത്തിലെ ക്യാൻസറും ലിവറിലെ ക്യാൻസറും ലങ്സിലെ ക്യാൻസറും വയറ്റിലെ ക്യാൻസറൊക്കെ വരുന്നത്. ആ സ്ത്രീ ഒരു കുറ്റവും ചെയ്യാതെ ഇങ്ങനെയുള്ള പല മാരക രോഗങ്ങൾക്കും അടിമയാവേണ്ടതുണ്ടോ? ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ വീട്ടിലെ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇന്നു മുതൽ പറിച്ചെറിയണം. എന്നാൽ ഇന്ന് പബ്ലിക് പ്ലേസിൽ പുകവലി കുറവുണ്ട്, സിഗരറ്റിൻ്റെ ഒക്കെ ഉപയോഗം കുറവുണ്ട്. എന്നാൽ നിങ്ങളുടെ വീട്ടിലെ മക്കൾ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കാശ് കൊടുക്കും. അതിലൊരു ഷെയർ എവിടെയാണ് പോകുന്നതെന്നറിയോ? ഹൻസ് പോലുള്ള, ചിനി പോലുള്ള, കൂൾ പോലുള്ള മാരകമായ വിഷമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എന്താ ഈ ഹൻസ്? പുകയിലയുടെ ഒരു ഉൽപ്പന്നമാണ് ഹൻസ്. പുകയില തറിച്ച് മുറിച്ച് അതിന് നിറം കൊടുത്ത്, മണം കൊടുത്ത്, രുചി കൊടുത്ത്, അതിനോടൊപ്പം നിങ്ങളെ തലച്ചോറിനെ മരവിപ്പിക്കാനുള്ള കെമിക്കൽ ചേർത്ത് അതിൻ്റെ പുറത്ത് പുരട്ടുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹൻസ് മൂല വെട്ടും, കയ്യിൽ ചൊരിക്കും, ഒരച്ച് ഉണ്ടയാക്കും, സെൻസിറ്റീവായ ഈ സോഫ്റ്റായി ചുണ്ടിനിടയിലേക്ക് ഒരക്കും, എന്നിട്ടൊരു അമർത്തിയൊരു വപ്പ. എന്തിനാ ഈ ഒരക്കുന്നത്? എന്തിനാ ഇത് അമർത്തുന്നത്? ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ഗ്ലാസ് പൗഡറാണ്, കുപ്പിച്ചില്ലിൻ്റെ പൊടി. എന്തിനാ ഈ കുപ്പിച്ചില്ലിൻ്റെ പൊടി ചേർക്കുന്നത്? ഈ സോഫ്റ്റായ സെൻസിറ്റീവായ ചുണ്ടിനിടയിലേക്ക് ഒരു സ്ക്രാച്ച് ഉണ്ടാക്കണം. ആ സ്ക്രാച്ചിലൂടെ, കൊച്ചു ഞരമ്പിലൂടെ തലച്ചോറിലെത്തി, ബ്ലഡിലൂടെ തലച്ചോറിലെത്തി തലച്ചോറിനെ മരവിപ്പിക്കുമ്പോഴാണ് ഇത് ലഹരിയായി നുകരുന്നത്. ഈ സ്ക്രാച്ചുകൾ കുറച്ചു കാലം കൊച്ചു സ്ക്രാച്ചുകളായിരിക്കാം, പിന്നീട് അത് വലിയ സ്ക്രാച്ചായി മാറും, പിന്നീട് അത് ചെറിയ മുറിവുകളായി മാറും, പിന്നീട് വലിയ മുറിവുകളായി മാറും, പിന്നീട് അത് ഉണങ്ങാത്ത മുറിവായി മാറും. പിന്നെ ചൊക്ലി മെഡിക്കൽ സെൻ്ററിലോ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലോ കോപ്പറേറ്റീവ് ആശുപത്രിയിലോ ഇന്ദിര ആശുപത്രിയിലോ ഒന്നും ചികിത്സയില്ല. പിന്നെയുള്ളത് MCCയിലോ RCCയിലോ MVRലോ ഒക്കെയാണ് ചികിത്സ. ക്യാൻസറായി മാറിക്കഴിഞ്ഞു എന്നർത്ഥം. ഇത് നമ്മൾ ചോദിച്ചു വാങ്ങണമോ? പണ്ട് ഈ വെറ്റില മുറുകിയ ആൾക്ക് വന്ന രോഗത്തിൻ്റെ പേരായിരുന്നു കവിളരച്ച്. നമ്മുടെ ഈ മാംസളമായ ഭാഗം മുഴുവൻ ക്യാൻസറിൻ്റെ കീടാണുക്കൾ കടിച്ച് കാർന്ന് തിന്ന് ആ വലിയൊരു ആളം പോലെ തോന്നും. തൊണ്ടയും ചെറുനാക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് വേദന കുറക്കാൻ കൂടുതൽ മരുന്നുകളില്ലായിരുന്നു. അന്ന് വേദന കുറക്കാൻ വേണ്ടി എന്താ ചെയ്തതെന്നറിയോ? ബ്രെഡ് വാങ്ങിച്ച് പാലിൽ പഞ്ചസാരയിട്ട് ബ്രെഡിൽ പൊതിർത്ത് വെച്ച് ഈ മുറിഞ്ഞ ഭാഗത്ത്, ഇല്ലാത്ത ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കും. എന്തിനാ ഒട്ടിച്ചു കൊടുക്കുന്നതെന്നറിയോ? ആ ക്യാൻസറിൻ്റെ കീടാണുക്കൾ കടിച്ചു കാർന്ന് തിന്നുമ്പോഴുള്ള വേദന എങ്ങനെ കുറക്കാമെന്ന് പഠിച്ചു. മധുരം കാണുമ്പോൾ ആ ക്യാൻസറിൻ്റെ കീടാണുക്കൾ പച്ച ഇറച്ചി കടിക്കാതെ ആ ബ്രെഡ് കഴിക്കുമ്പോൾ കുറച്ച് നേരം ഇറച്ചി കടിക്കാതിരിക്കും. അപ്പോഴാണ് വേദന കുറവ് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് പെയിൻ കില്ലറുകളുടെ കാലമാണ്. മോർഫിന് പോലുള്ള പാസ്മോപോക്സിയോൺ പ്ലസ് വർഗത്തിൽപ്പെട്ട ഗുളികകളാണ് മാരകമായ ക്യാൻസർ കൊണ്ട്, വേദന കൊണ്ട് പുളയുന്ന രോഗികൾക്ക് കൊടുക്കുന്നത്. ക്യാൻസറിൻ്റെ 1ാമത്തെ സ്റ്റേജിൽ കണ്ടെത്തിയാൽ ക്യാൻസറിനെ പറിച്ചറിയാം, ഇല്ലാതാക്കാം. ക്യാൻസറിൻ്റെ 2ാമത്തെ സ്റ്റേജിൽ ക്യാൻസറിനോടൊപ്പം കുറേ കാലം ജീവിക്കാം. 3ാമത്തെ സ്റ്റേജിൽ കുറച്ച് കാലം ക്യാൻസറിനോടൊപ്പം ജീവിക്കാം. 4ാമത്തെ സ്റ്റേജ് വേദനയുടെ ലോക. ഏറ്റവും വലിയ വേദന ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടുകാരൊക്കെ പറയും പ്രസവ വേദനയാണെന്ന്. പ്രസവ വേദനയൊന്നുമല്ല, അതൊരു പ്രതീക്ഷയുള്ള വേദനയാണ്. അത് ഇന്ന് വന്നാൽ നാളെ കൊണ്ട് നമ്മളത് അവസാനിപ്പിക്കും. എന്നാൽ ഈ ക്യാൻസറിൻ്റെ വേദന വർഷങ്ങളോളം നിലനിൽക്കും. ഇയാൾ മരിച്ചു പോകും, നിങ്ങൾ വീട്ടിലേക്ക് എടുത്തോ, കുറച്ച് ദിവസമേ ജീവിക്കൂ.
ഇനി വീട്ടിലേക്ക് എടുത്തോ, ഇവിടെ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറയും ഡോക്ടർ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എടുക്കുമ്പോൾ ഡോക്ടർ പറയും ഒന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്കൊന്ന് പോയേക്കണം, അവിടെ രജിസ്റ്റർ ചെയ്തേക്കണം. എന്തിനാ? അവിടെ നിന്നാണ് പിന്നെ നിങ്ങൾക്ക് വേദന കുറക്കാനുള്ള മരുന്നുകളൊക്കെ തരിക. എന്നാൽ ഇന്ന് ആ മരുന്നിനെ വല്ലാതെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ 100 കിലോ വെയിറ്റുള്ള ആളാണ്. ഞാൻ പണ്ട് ഫുട്ബോൾ കളിച്ചെൻ്റെ മുട്ടൊക്കെ കുറേ അബദ്ധമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട്. നമ്മളെ മാമൻ വാസു മെമ്മോറിയൽ ഷട്ടിലൊക്കെ മുന്നേ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കളിക്കുമ്പോൾ എൻ്റെ മുട്ടിന് വല്ലാത്ത വേദനയുണ്ട്. ഒരു പെയിൻ കില്ലർ ഞാനിപ്പോൾ മുട്ടിന് വേദന വന്ന് ബിജുമോൻ ഡോക്ടറെ കാണിച്ചാൽ എനിക്കൊരു പെയിൻ കില്ലർ എഴുതി തരും. ഞാനത് വാങ്ങിച്ച് കുടിക്കും. കുടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ കുടിച്ച ഗുളിക വന്ന് എൻ്റെ മുട്ടിന് തടയി തരുമോ? മുട്ടിൻ്റെ വേദന പോക്കുമോ? ഇല്ല. ആ ഗുളിക നമ്മുടെ വയറ്റിലെത്തി ലയിച്ച് നമ്മളെ ബ്ലഡിലേക്ക് വന്ന് ആ ബ്ലഡ് നമ്മുടെ തലച്ചോറിലെത്തുമ്പോൾ അതിലുള്ള കെമിക്കൽ നമ്മുടെ തലച്ചോറിലെ വേദനാ സംവേദക നാഡികളെ മരവിപ്പിക്കുമ്പോഴാണ് വേദനയില്ല എന്നുള്ള തോന്നലുണ്ടാക്കുന്നത്. വേദനയില്ല എന്നുള്ള തോന്നലാണ് ഉണ്ടാക്കുന്നത്. വേദന അവിടെയുണ്ട്. ഈ വേദന അറിയേണ്ട തലച്ചോറിൻ്റെ ഭാഗത്തെ മരവിപ്പിക്കുന്നു. ഇത് മാരകമായ വേദനയുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചു കാലം ഉപയോഗിക്കും, പെട്ടെന്ന് അയാൾ ആ ക്യാൻസറിൻ്റെ അവസാനത്തോടു കൂടി മരണപ്പെട്ടു പോകും. എന്നാൽ നിങ്ങൾ കസേലയിലിരുത്തി ഷർട്ട് ഇട്ട് കൊടുത്ത്, ട്രൗസർ ഇട്ട് കൊടുത്ത്, സോക്സ് കയറ്റി കൊടുത്ത്, ബാഗ് പുറത്തിട്ട് കൊടുത്ത് സ്കൂൾ ബസ്സിൽ കയറ്റി കൊടുക്കുന്ന കുട്ടിയാണ് ഇത് സ്കൂളിൽ വെച്ച് ഷെയറിട്ട് വാങ്ങി കഴിക്കുന്നത്. ഇത് നിങ്ങൾ ആൺകുട്ടികളെ മാത്രം ശ്രദ്ധിക്കും. ലഹരിയുടെ ലോകത്ത് ആൺകുട്ടികളാണ് ഏറെ മുന്നിലെന്ന് നമ്മൾ കരുതും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചോണം. ഈ സദസ്സിൽ ഏതെങ്കിലും സ്ത്രീ, കള്ളു കുടിക്കുന്ന സ്ത്രീ ഉണ്ടോ? മദ്യപാനം ശീലമാക്കിയ സ്ത്രീകളുണ്ടോ? ഒന്ന് കൈ ഉയർത്തുവോ? ആരുമില്ല. ഇതാണ് കേരളത്തിലെ കണക്ക്. സ്ത്രീകൾ മദ്യപിക്കാറില്ല. പുരുഷന്മാരാണ് ഏറെ മദ്യത്തിൻ്റെ ഉപഭോക്താക്കൾ എന്നാണ് കണക്ക്. എന്നാൽ അടുത്ത സമവാക്യം മാറിയിരിക്കുന്നു. ഞാൻ ഭയക്കുന്നത് അതാ. പണ്ട് നമ്മുടെ വീട്ടിലെ അച്ഛനോ മാമനോ ഏട്ടനോ ഭർത്താവോ മദ്യപിച്ചാൽ ആ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്ന ഒരു ഭാര്യയുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഭാര്യമാരും അമ്മമാരും മദ്യപിക്കുന്ന ഒരാളായി മാറിയാലോ എന്നുള്ള ചിന്തയാണ് എന്നെ അലട്ടുന്നത്. കാരണം കുറേ കേസുകളിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. തലശ്ശേരിയിലെ ഒരു സ്കൂൾ ടൂറ് പോകുമ്പോൾ പഴക്കൊലയോടൊപ്പം കുട്ടികൾ കയറ്റി വെച്ചത് നല്ല കാർഡ്ബോർഡ് പെട്ടികളായിരുന്നു. കാർഡ്ബോർഡ് പെട്ടികൾ കയറ്റിയപ്പോൾ ടീച്ചർ ചോദിച്ചു, ഇതെന്താണ് മക്കളെ? മക്കൾ പറയാം, അത് ബീറ ടീച്ചറെ. വളരെ കൂളായി പറയാം, ബീറ ടീച്ചറെ. ടീച്ചർ പറഞ്ഞു, +2 കുട്ടികളാണ് നിങ്ങൾ, ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. പെൺകുട്ടികളും ടൂറിലുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. കുട്ടികൾ ഇറക്കാൻ സമ്മതിച്ചില്ല. തടയാൻ വന്നവരിൽ പലരും പെൺകുട്ടികളുമായിരുന്നു. കാരണം അതിൽ ഷെയറിട്ടവരിൽ പലരും പെൺകുട്ടികളുമായിരുന്നു. വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? കണ്ണൂർ ജില്ലയിലെ ഒരു പെൺകുട്ടി വിളിച്ചു പറയുകയാണ്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്, ഞാനിപ്പോൾ ലഹരിക്ക് അടിമയാണ്. എന്നെ ലഹരിക്ക് അടിമയാക്കിയത് മറ്റാരുമല്ല, എൻ്റെ ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. ആ ചക്കൻ എനിക്ക് ഇഷ്ടം തന്നു, സ്നേഹം തന്നു, കെയർ തന്നു, പിന്നീട് എനിക്ക് ലഹരി പദാർത്ഥം തന്നു. ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. ചെക്കൻ പിന്നെയും പിന്നെയും തന്നു, ഞാൻ ഉപയോഗിച്ചു, വാങ്ങിച്ചു കഴിച്ചു. പിന്നീട് എനിക്ക് ഇത് വേണമെന്നുള്ള തോന്നലുണ്ടായി, ഞാൻ ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. കുറേ ദിവസം അങ്ങനെയും പോയി. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇനി നിനക്ക് ഫ്രീ തരില്ല, നീ പണം കൊണ്ടുവരണം. അങ്ങനെ ആ കുട്ടി പണം കൊടുത്ത് ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കുഴപ്പമായി. അച്ഛൻ്റെ പണം അമ്മ കട്ടുകൊണ്ടുപോകുന്നു. അമ്മയും അച്ഛനും തമ്മിൽ ഇടിയായി. അവസാനം അമ്മ പണം കാക്കുന്നതിന് അച്ഛൻ്റെ പെട്ടി പൂട്ടി. ബുദ്ധിമുട്ടിയത് ആരാന്നറിയോ? ഈ കുട്ടിയായിരുന്നു. പണം കിട്ടാതെയായി. പണം കിട്ടാതെ കുട്ടി 9ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിച്ചു, എടാ ഇന്നൊന്ന് ഫ്രീ തരുമോ? ഇന്ന് പൈസ കിട്ടിയില്ല, ഇനി നിനക്ക് ഫ്രീ ഇല്ല. പണം കിട്ടിയില്ലെങ്കിൽ ഉപായം ഞാൻ പറഞ്ഞു തരാം. നിന്നെ എനിക്ക് താ, നിന്റെ ശരീരം എനിക്ക് താ, പകരം ഞാൻ ലഹരി പദാർത്ഥം തരാം. അവിടെ ലൈംഗിക ചൂഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസം പോയി. ശരീരം കൊടുത്തു, പകരം ലഹരി പദാർത്ഥം വാങ്ങിച്ചു. പിന്നീട്
കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ശരീരം കൊടുത്തും ലഹരി പദാർത്ഥം കൊടുത്തില്ല. 9ാം ക്ലാസ്സുകാരൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിന്റെ സൗന്ദര്യം എനിക്ക് മടുത്തു, നിന്നോടൊപ്പമുള്ള ലൈംഗിക വീഴ്ചകൾ എനിക്ക് മടുത്തു, ഇനി നീ നിന്റെ ശരീരം മറ്റുള്ളവർക്ക് വിൽക്ക്, അപ്പോൾ നിനക്ക് പണം കിട്ടും, ആ പണം ഉപയോഗിച്ച് നിനക്ക് ലഹരി പദാർത്ഥം കഴിക്കാമെന്ന് പറഞ്ഞ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുള്ള നാടാണ് നമ്മുടെ നാട്. ആ കുട്ടി നിർത്തിയില്ല. അവസാനം ഒരു വാചകം കൂടെ പറഞ്ഞു, ഞാൻ മറ്റൊരാൾ, ഒരു പെൺകുട്ടിക്കും ഈ ഗതികേട് വരരുതെന്ന് കരുതിയാണ് ഞാനിത് സോഷ്യൽ മീഡിയയുടെയും മുന്നിൽ വന്ന് പറയുന്നത്. ഞാൻ തുറന്നു പറഞ്ഞു. എന്നാൽ എന്നോടൊപ്പം സഞ്ചരിച്ച 11 പെൺകുട്ടികൾ കൂടെ എൻ്റെ ക്ലാസ്സിലുണ്ട്. ഈ 11 പെൺകുട്ടികളും ഇതുവരെയും തുറന്നു പറഞ്ഞില്ല. തുറന്നു പറയാത്ത പെൺകുട്ടികളിൽ പലരും നമ്മുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ കലാലയങ്ങളിലോ നമ്മുടെ സമൂഹത്തിലോ എവിടെയോ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയേക്കണം. നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണ്. പക്ഷേ നമ്മുടെ കൂട്ടുകാർ അവർ വലിച്ച വഴിയേ കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് ടീനേജിൽ. അവരെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി, വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി അവരോടൊപ്പം നടന്നില്ലെങ്കിൽ അവരെ വലിച്ചയച്ചു കൊണ്ടുപോകുന്ന സാമൂഹ്യ ദ്രോഹികൾ നമ്മുടെ റോഡിലും നമ്മുടെ സമൂഹത്തിലും ഏറെയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. റേപ്പ് ഡ്രഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എറണാകുളത്തുള്ള ഒരു കുട്ടിയെ വല്ലാത്ത അവശ നിലയിൽ കണ്ടപ്പോൾ ആ കുട്ടി വീട്ടിലൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ കുട്ടിയുടെ ശരീരത്തിൽ ആകമാനം രക്തം കലിച്ച പാട് കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, ഇതെന്താ മോളെ പറ്റിയത്? അതൊരു ചക്കം പിടിച്ചു വലിച്ചതാ. ഇതായിരുന്നു ആ കുട്ടിയുടെ മറുപടി. പക്ഷേ ആ അമ്മ വിട്ടില്ല, പരാതി കൊടുത്തു. അന്വേഷിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഒരു കുട്ടി ബലാത്സംഗം ചെയ്തിട്ടുണ്ടാവാം, ഒരു കുട്ടിയോടൊപ്പം ഞാൻ പോകാറുണ്ട്. എന്നാൽ കേസിൽ 6 പ്രതികളായിരുന്നു. 6ൽ 5ഉം 15 വയസ്സിന് താഴെയുള്ള പ്രതികളായിരുന്നു. ഈ കുട്ടിക്ക് ഗുളിക കൊടുത്ത് ഒരു ഓർമ്മയും, ബാഹ്യലോകത്തെക്കുറിച്ച് ഒരു ഓർമ്മയും ഇല്ലാത്ത അവസ്ഥയിലെത്തിച്ച് 5-6 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്താണ് ആ കുട്ടിയെ ഈ നിലയിലാക്കിയത്. ആ കുട്ടി ഒന്നും അറിഞ്ഞില്ല. ആ കുട്ടിക്ക് ആകെയുള്ളത് ഒറ്റ ഫ്രണ്ടാണ്. ആ ഫ്രണ്ടാണ് ഈ 5 പേരെയും കൂട്ടിക്കൊണ്ടുപോയി 6 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയെ അവശയാക്കിയത്. ആ കുട്ടി പോലും അറിഞ്ഞില്ല. ഇങ്ങനെയുള്ള റേപ്പ് ഡ്രഗുകൾ പോലും നമ്മുടെ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ നേരത്തെ ബീറിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പ്രദേശം ചുറ്റും മദ്യത്തിൻ്റെ ലഭ്യത കൂടുതലുള്ള സ്ഥലമാണ്. നമ്മുടെ കുട്ടികളിൽ ഏറെ പേരും ലഹരിയുടെ ലോകത്തേക്ക് എപ്പോഴാണ് കാലെടുത്ത് വെക്കുന്നത്? എപ്പോഴാണെന്നറിയോ? നിങ്ങൾ പറയുന്നതൊന്നും പറയില്ല എന്ന് അടുത്താണെങ്കിൽ നമുക്ക് ചോദിച്ചു പറഞ്ഞ് ക്ലാസ് എടുക്കായിരുന്നു. നമ്മുടെ മക്കളിൽ പലരും ഉത്സവ തലേന്നുകളിൽ, കല്യാണ തലേന്നുകളിൽ, ഉത്സവ പരിപാടികളിൽ, കലശകളിൽ, DJ പാർട്ടികളിൽ, ട്രീറ്റുകളിൽ, ടൂറുകളിലൊക്കെ നമ്മുടെ മക്കളിൽ ഏറെ പേരും ലഹരിയുടെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമുണ്ട്. കല്യാണ തലേന്നും കലശത്തട്ടുകളിലും ഉത്സവ തലേന്നുകളിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമുണ്ട്. ഇപ്പോൾ വീടുകളിൽ പോലും, ബർത്ത്ഡേ പാർട്ടികളിൽ പോലും മദ്യത്തിൻ്റെ സാന്നിധ്യം ഏറി വരുന്നു. വീടുകളിൽ മുതിർന്നവർക്ക് മദ്യം, കുട്ടികൾക്കും സ്ത്രീകൾക്കും ബീറ്. എന്താ ഈ ബീറും മദ്യവും തമ്മിലുള്ള വ്യത്യാസം? മദ്യത്തിൽ 100 മില്ലി മദ്യത്തിൽ 40 മില്ലി ആൽക്കഹോളാണ്. ആ 100 മില്ലി മദ്യം കുടിച്ചാൽ ഒരു മനുഷ്യൻ ആടും, ചെരിയും, ചിലപ്പോൾ ഓഫാവും, ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ പാട്ട് പാടും, ചിലപ്പോൾ ഇംഗ്ലീഷ് പറയും, ചിലപ്പോൾ മക്കളെ ഇടിക്കും, ഭാര്യയെ ഇടിക്കും, ചിലപ്പോൾ നാട്ടുകാരുമായി ഇടികൂടും. ഞാൻ പറഞ്ഞു വന്നത് സ്വഭാവത്തിൽ കാതലായ വ്യതിയാനങ്ങൾ
ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, അതുപോലെ നമ്മുടെ പരിപാടിയിലെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ബിന്ദുരാജ് CK, മറ്റ് സ്റ്റേജിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒരാശംസാ പ്രസംഗമാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആശംസാ പ്രസംഗത്തോടുകൂടിയ 2 വാക്ക് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഉള്ള അവസരം ഞാനിതിൻ്റെ സംഘാടകരോട് ചോദിച്ചു വാങ്ങിക്കുകയാണ്. തീർച്ചയായും ക്ലബ് അമരന്തൻ എന്ന നാമം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുകുട്ടികളുടെ ചുണ്ടുകളിൽ പോലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ക്ലബ് അമരന്തൻ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ്. ആ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം, അതുപോലെ തന്നെ മുതിർന്നവർക്കും മറ്റും അവരുടെ കായികമായ കാര്യങ്ങൾക്കും എക്സസൈസ് വ്യായാമങ്ങൾക്കൊക്കെ അനുഗുണമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. സ്റ്റേഡിയത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇന്ന് 10 ലക്ഷത്തോളം രൂപ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. നമ്മുടെ നാട്ടുകാരുടെ അഗൈതവമായ ഇടപെടൽ കൊണ്ടാണ് ആ ഒരു സംഗതി നമുക്ക് സാധിക്കാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആകെ 10 ലക്ഷം മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതുപോലൊരു ചെറിയ സദസ്സിൽ നിന്നാണ് നാം 10 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ നിന്നും ബാക്കി വരുന്ന പറമ്പിൻ്റെ മാത്രമായ തുക 30 ലക്ഷം നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുക എന്നത് ഈ വൈകിയ വേളയിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഓഫറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ വീടുകളിലും അവരുടേതായ കുടുംബ ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ഈ കളിസ്ഥലം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വരുന്ന ഒരു തലമുറക്ക് കൂടിയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന നമ്മുടെ ഒരു ഭംഗി, അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മക്ക് നിദാനോ നമ്മുടെ ചെറുപ്പത്തിൽ കളിച്ച് വളർന്ന പൊതു ഇടങ്ങളാണ്. ആ പൊതു ഇടങ്ങളൊക്കെ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. നമുക്കറിയാം, എൻ്റെ സൗഹൃദങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാരായി കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ സൗഹൃദങ്ങൾ വന്നിരുന്നത് വയലിൽ നിന്നും വായനശാലയിൽ നിന്നും അതുപോലെ നമ്മൾ കൂട്ടിമുട്ടിയിരുന്ന കളിസ്ഥലങ്ങളിൽ നിന്നായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു സ്ഥലമില്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കാനുള്ള പ്രയത്നമാണ് ക്ലബ്ബ് അമരന്തൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ മഹത്തായ ഉദ്യമം. ആ ഉദ്യമത്തിനോട് നമ്മൾ കൈകോർക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള പേയ്മെൻറ്റ്, ഇനി അങ്ങോട്ടുള്ള സാമ്പത്തികമായ ബാധ്യത നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ഗ്രൂപ്പുകൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഒന്നുകിൽ ഒരു 1/4 സെൻറ്റിൻ്റെ തുക, അല്ലെങ്കിൽ ഒരു 1/2 സെൻറ്റിൻ്റെ തുക, അല്ലെങ്കിൽ ഒരു 1 സെൻറ്റിൻ്റെ തുക. എന്തായാലും ഇപ്പം നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരും മനസ്സ് കാണുന്നുണ്ടാവും എത്രയാണെന്നുള്ളത്. ഇപ്പം പറയണ്ട, പിന്നീട് പറഞ്ഞാൽ മതി. കാരണം എനിക്ക് സമയമില്ല, വളരെ കുറഞ്ഞൊരു സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ക്ലബ് അമരന്തൻ്റെ പ്രവർത്തകർ നിങ്ങളെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ 1/4 സെൻറ്റോ 1/2 സെൻറ്റോ 1 സെൻറ്റോ ആയി ഞങ്ങളെ കുടുംബ ഗ്രൂപ്പ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ ഈ ചെറിയ സംസാരം നിർത്തുകയാണ്. എന്നെ അർപ്പിച്ചിരിക്കുന്ന ആശംസ, 1000 ആശംസകൾ നേരുന്നു ഈ ക്ലബിന്. വളരെ നല്ല പ്രവർത്തനമാണ്. നമ്മുടെ നാട് കണ്ടതിൽ ഏറ്റവും നല്ലൊരു ക്ലബ്ബായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഇതിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. ജയേഷ്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ക്ലബ്ബ് അമരന്തൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃകാപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. അടുത്തത് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ M. സന്തോഷ്. സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ CK രമ്യ ടീച്ചർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത AN ഷംസീർ,
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മേഖലയിൽ ചെറിയ കാലയളവിൽ തന്നെ കലാകായിക മേഖലയിൽ നിറസാന്നിധ്യമായ ക്ലബ് അമരന്തൻ്റെ 3-ാം വാർഷികമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3-ാം വാർഷികം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ക്ലബിൻ്റെയും നാട്ടിൻ്റെയും ഒരു സ്വപ്ന സാക്ഷാത്കാരം, ഒരു പൊതുമൈതാനം, ആ പൊതുമൈതാനത്തിൻ്റെ ഏകദേശം പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു സർ. അടുത്തത് 5-ാം വാർഡ് മെമ്പർ ശ്രീമതി PV ശ്രീജ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, 2 ദിവസമായി ക്ലബ് അമരന്തയിൻ്റെ 3-ാം വാർഷികാഘോഷം ഇവിടെ വെച്ച് നടക്കുകയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ സ്പീക്കർ സൂചിപ്പിച്ച പോലെ ഈ ക്ലബിൻ്റെ കരുത്തും ആവേശവും ഉത്തേജനവുമായ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ VP നിത്യേട്ടനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ടീച്ചർ, ക്ലബ് അമരന്തൻ രൂപീകരിച്ച് 3-ാം വർഷം ആഘോഷിക്കുകയാണ്. ഒരു ചെറിയ കാലയളവിൽ തന്നെ നമ്മൾക്ക് ഒരു പൊതു മൈതാനം കെട്ടിപ്പടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കും. സന്തോഷം വരണ്ടിക്കൽ നമ്മളിത് പൂർത്തീകരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കണം. ഇതിൻ്റെ സ്വാഗതം പ്രഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ തുക ഒരു 1/3 കൊടുത്തിട്ടുള്ളൂ. 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമക്ക് കൊടുത്തിട്ടുള്ളൂ. 20 ലക്ഷം രൂപ മാക്സിമം പോയ 6 മാസമേ ഉള്ളൂ ഇനി കാലാവധി. ഇത് കൊടുത്തിട്ടില്ലേ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഗണന. ഒരു സ്ഥലം കച്ചവടം ചെയ്താൽ അത് പൂർത്തീകരിക്കലാണ് നമ്മുടെ കടമ. ഈ ക്ലബ് അമരന്തൻ ഈ 10 ലക്ഷം രൂപ നമ്മൾ നാട്ടിൽ നിന്ന് എല്ലാ ആൾക്കാരെയും കണ്ടിട്ടാണ് നമ്മളിത് കൊടുത്തത്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും നമ്മളെല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ഇത് ഈ പരിപാടി, ഈ തുക കണ്ടെത്താൻ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് ഇനിയും നിങ്ങളെടുത്ത് ഇതിൻ്റെ ഭാരവാഹികൾ നിങ്ങളെ വീട്ടിൽ കയറി വരും. ആരും മുഖമൊന്നും വെടക്കാണ്ട. നമ്മൾ രൂപീകരിച്ചിട്ട് ഇത് പൂർത്തീകരിക്കാൻ വെച്ചാൽ ഈ നാട്ടിലെ പൈസ കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് പുറത്തുനിന്നൊന്നും ഒരു പൈസയൊന്നും വരില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ 10-200ഓളം വീടുകളുണ്ട്. ആ വീട്ടിൽ നിന്ന് തന്നെ ഇതിൻ്റെ പൈസ കണ്ടെത്തണം. അടുത്ത ഓരോ ഘട്ടത്തിലായിട്ട് ഇതിൻ്റെ ഭാരവാഹികൾ നിങ്ങളെ വീട് സമീപിക്കും. നിങ്ങളൊന്നിക്കെ പറയും നമ്മൾ കൊടുത്താലൊന്നും പോരാ, ഇത് കുറേ കാലം ഇതൊരു വലിയൊരു പദ്ധതിയാണ്, ഇത് ചെറിയൊരു പരിപാടിയല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇതിൻ്റെ പറഞ്ഞാൽ ഈ ഭാരവാഹികൾ, ഇതിൻ്റെ ഒരു 5-10 ഭാരവാഹികൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രം ഇത് മുമ്പോട്ട് പോകുന്നതല്ല. ഈ നാട് ഒന്നാകെ ഇതിന് മുമ്പോട്ട് ഇറങ്ങിയാൽ മാത്രമേ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ പറ്റൂ. ഇത് വിജയിപ്പിക്കണം. ഇതുപോലെ തന്നെ നമ്മളിപ്പം കണ്ടത്, നമ്മളെപ്പോലെ തന്നെ 30 സെൻറ്റ് സ്ഥലം വള്ളിയായിൽ ഇന്നവിടെ വോളിബോൾ നടക്കുന്നു. അവർ സെൻറ്റിന് 1 ലക്ഷം രൂപയായിട്ട് വാങ്ങിച്ചു 30 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. അവിടെ അവർ റേസ് കഴിഞ്ഞ് ഇന്നും ഇന്നലെ അവിടെ വോളിബോളാണ്. മറ്റന്നാൾ കായിക മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നമ്മളെവിടെ എത്തിയിട്ടില്ല. നമ്മൾ ഈ സ്റ്റേജൊന്നും ഈ ഗ്രൗണ്ട് കണ്ടിട്ട് നമ്മളെ ഇരിക്കൊന്നും വേണ്ട. ഇത് നമ്മളുടെ ഇതായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിനി അങ്ങോട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ട്, ഇതിൽ ഭാരവാഹികൾ മാത്രമല്ല, കമ്മിറ്റി അംഗങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ മാത്രമേ ഈ നാടിൻ്റെ സ്വപ്നം പോവണേയുള്ളൂ. ഈ നാട്ടുകാർക്കും ഭാവി തലമുറക്കും ജനിക്കാൻ പോകുന്ന കുട്ടിക്കും എല്ലാം ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് മാത്രമല്ല, ഇത് ഈ നാടിൻ്റെ സ്വത്തായിരിക്കും. ഈ നാട് ഈ മേനപ്പുറം ദേശത്തിൻ്റെ സ്വത്തായിട്ട് ഇത് മാറിക്കൊള്ളും. ഈ കാലം
നമുക്ക് എപ്പോഴും ഒരു പറയാനുണ്ടായിരിക്കും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയൻ. താങ്ക് യു. അടുത്തത് കെ കനകരാജ്. പ്രിയമുള്ള നാട്ടുകാരെ, വേദിയിലെ പ്രമുഖ വ്യക്തികൾ, കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പറയാൻ കൂടുതൽ മത്സര പരിപാടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ സമയം കുറവുകൊണ്ടും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ അമരന്തൻ ക്ലബിൻ്റെ 3ാം വാർഷികം നടക്കുന്ന ഈ വേദിയിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എൻ അനൂപ്. വേദിയിലുള്ള പ്രമുഖ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ ഈ ആണ്ടിപ്പടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 വർഷം മുന്നേ രൂപീകരിച്ച അമരന്തൻ ക്ലബ്ബ്, ആ ക്ലബ്ബ് രൂപീകരിക്കുമ്പോൾ തന്നെ ആദ്യ പരിപാടിയിൽ തന്നെ ഈ നാടിനകത്ത് നടത്താൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഭാരവാഹികൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു വെച്ച കാര്യമാണ്. ആ പറഞ്ഞു വെച്ച കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒരു പൊതു ഇടത്തിൽ എത്തിച്ചേരുക, നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും സൗഹാർദ്ദത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കാനുള്ള ഒരു ഇടമാണ് പൊതു ഇടം. അപ്പോൾ അത്തരം ഒരു ഇടം സ്ഥാപിക്കുമെന്നുള്ളതാണ്. ആ ഇടം സ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 വർഷക്കാലം ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ നാടിനകത്ത് ഒരു പൊതു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു പൊതു ഇടം ഉണ്ടായാൽ തന്നെ നാടിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ആരാൻ്റെ പറമ്പിൽ ഇരിക്കുന്നത് പോലെയല്ല, എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു പൊതുസ്ഥലം ഉണ്ടാകുമ്പോൾ ഒരു നാടിനകത്തുണ്ടാകുന്ന മാറ്റം എല്ലാവരുടെയും സ്വത്തായി ഈ പൊതു ഇടം മാറും. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉല്ലസിക്കാം, കായിക വിനോദങ്ങളിൽ ഏർപ്പെടാം. ഇവിടെ സാറ് പറഞ്ഞതുപോലെ നമ്മളുടെ വളർന്നു വരുന്ന തലമുറക്ക് ഒരു ലഹരി ഉണ്ടാവണം. ആ ലഹരി എന്ന് പറയുന്നത് ഈ കളിയിടങ്ങളോടായിരിക്കണം. പൊതു ഇടങ്ങളിൽ കൂടിക്കൊണ്ട് നമ്മുടെ ലഹരി ഈ കളിയിടങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഈ നാടിന് സാധിക്കണം. ഇത് നമ്മുടെ സമീപ പ്രദേശങ്ങൾക്ക് ഉള്ളൊരു മാതൃകയായി ആണ്ടിപ്പിടിക മേഖലയിലെ ഈ പൊതു ഇടം മാറണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ, സ്വാഭാവികമായും ഇവിടെ ഇതിൻ്റെ സ്ഥലമുടമ വലിയ മനസ്സിൻ്റെ ഉടമകളാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ. കാരണം എന്താണ്, അവർക്ക് അഡ്വാൻസ് തുക മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 10 ലക്ഷം രൂപയാണ് കൊടുത്തത്. സാധാരണ നിലയിൽ മറ്റ് സ്ഥലങ്ങളിൽ കൂടി എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സൗകര്യം അനുവദിച്ച് തരിക എന്നുള്ളത് തന്നെ വലിയ മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ സാധ്യമാക്കി തന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ബാധ്യത വന്നു ചേർന്നിരിക്കുകയാണ്. ഈ ബാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഞാനിവിടെ സൂചിപ്പിക്കാനുള്ള, ഞാൻ ഇതിൻ്റെ ക്ലബിൻ്റെ ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വർഷം തന്നെ ബാക്കിയുള്ള തുക കൊടുക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഫസലായാലും മറ്റുള്ള ആളുകളും പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ തുക 10 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത്. സാധാരണ ജോലി ചെയ്യുന്നവർ 5000 മുതൽ അവരുടെ കഴിവിനനുസരിച്ചുകൊണ്ട്, ഫസൽ മൂസിയൊക്കെ അദ്ദേഹത്തിൻ്റെ 1ാം ഭാഗം എന്ന നിലയിൽ 1 ലക്ഷം രൂപ, നിത്യാട്ടൻ വലിയ തുക 50,000 രൂപ ഉൾപ്പെടെയുള്ളത് ഈ നാട്ടിലെ ഇത്തരം കാര്യങ്ങൾക്ക് അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു കടമ്പ കടക്കാൻ വേണ്ടി സാധിച്ചത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത കടമ്പയിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാരവാഹികൾ പറഞ്ഞത് 100 ദിവസം കൊണ്ട് തന്നെ ചെറിയ തുക നമ്മുടെ വീടുകളിലുള്ള കുട്ടികൾക്കുൾപ്പെടെ ഒരു 5-10 ദിവസം കൂടുമ്പോൾ ഒരു 200 രൂപ സമാഹരിച്ചുകൊണ്ട് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. 100 ദിവസം കൊണ്ട് 200 രൂപ വെച്ചുകൊണ്ട് എല്ലാവർക്കും ആർക്കും പണം നഷ്ടപ്പെടാത്ത നിലയിലേക്ക് ഒരു 10 തവണ 200 രൂപ വെച്ചുകൊണ്ട് ഒരു 2000 രൂപയുടെ സാധനം നിങ്ങൾക്ക് കിട്ടും. ആർക്കും നഷ്ടമില്ല. ഇവിടെയുള്ള പ്രവർത്തകന്മാർ 100 പ്രവർത്തകന്മാർ ആ 100 ആളുകളെ വ്യക്തിപരമായ ബന്ധം വെച്ചുകൊണ്ട്
എവിടെ നിന്നും 200 രൂപക്ക് ആരും തരും സാധാരണ നിലയിൽ. ആ നിലയിൽ തുക സമാഹരിച്ച് 5000 ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായി തുക ഈ ഡിസംബറോടുകൂടി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളതല്ല നിങ്ങളോട് പറയാനുള്ളത്. ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകുക. മരണമില്ലാത്ത എന്ന വാക്കിൽ ആപ്തമാക്കിക്കൊണ്ട് അമരന്തൻ എന്ന ക്ലബ്ബ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് ഈ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ്. ആ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ഇത്തരം ഒരു പൊതു ഇടം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ നാടാകെ നേതൃത്വമായി മാറണമെന്ന് മാത്രം പറഞ്ഞ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ. അടുത്തത് ഇന്നലെ നടന്നിട്ടുള്ള ആകർഷകമായ മത്സര പരിപാടിയുടെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. വേഗത്തിൽ സമ്മാനദാനം പൂർത്തീകരിച്ച് നമ്മുടെ നാട്ടുപുലിമ കലാപരിപാടികൾ വേദിയിൽ എത്തേണ്ടതുണ്ട്. ആദ്യമായി പാർവതി അവതരിപ്പിക്കുന്ന ഭരതനാട്യമാണ് വേദിയിൽ എത്തുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. സമ്മാനദാനം ആരംഭിക്കുന്നു. വന്ന് സമ്മാനം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബലൂൺ പൊട്ടിക്കൽ മത്സരം അംഗൻവാടി ഫസ്റ്റ് പ്രൈസ് മിത്ര, ഫസ്റ്റ് പ്രൈസ് 2 പേർ പങ്കെടുത്തിരിക്കുന്നു. യന, മിത്ര, യന. കുപ്പിയിൽ വെള്ളം നിറക്കൽ UP വിഭാഗം ഫസ്റ്റ് പ്രൈസ് സഞ്ജൽ, സെക്കൻഡ് പ്രൈസ് അതിരജ്. കുപ്പിയിൽ വെള്ളം നിറക്കൽ LP വിഭാഗം ഫസ്റ്റ് പ്രൈസ് ആമിന, സെക്കൻഡ് പ്രൈസ് മിൻഹാജ്. പേര് വിളിക്കുന്നവർ മുന്നോട്ട് വന്നു നിൽക്കുക. ലെമൺ വിത്ത് സ്പൂൺ LP വിഭാഗം ഫസ്റ്റ് പ്രൈസ് ലയാൻ, സെക്കൻഡ് പ്രൈസ് ആദിശ്രീ. കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ആവേശമാണ്. ഭാവിയിൽ നമ്മുടെ നാടിൻ്റെ പേരും പ്രശസ്തിയും വാനോളം എത്തിക്കേണ്ട താരങ്ങളായി മാറേണ്ടവരാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ലെമൺ വിത്ത് സ്പൂൺ LP വിഭാഗം ഫസ്റ്റ് പ്രൈസ് ലയാൻ, സെക്കൻഡ് പ്രൈസ് ആദിശ്രീ. ലെമൺ ഇൻ ദിസ് സ്പൂൺ ഫസ്റ്റ് പ്രൈസ് മെഹദിൻ, സെക്കൻഡ് പ്രൈസ് നാഫി. ലെമൺ ഇൻ ദ സ്പൂൺ പൊതുവിഭാഗം, ലെമൺ ഇൻ ദ സ്പൂൺ പൊതുവിഭാഗം ഫസ്റ്റ് പ്രൈസ് സനിജി, സെക്കൻഡ് പ്രൈസ് മനീഷ. ഇനി പുഷപ്പ് മത്സരം ഫസ്റ്റ് പ്രൈസ് ശ്രീരാഗ്, സെക്കൻഡ് പ്രൈസ് ഗോകുൽ. ഈസ്കോട്ട് മത്സരം ഫസ്റ്റ് പ്രൈസ് ശബരി, സെക്കൻഡ് പ്രൈസ് റഫ്നാസ്. പ്രീസ്കോട്ട് മത്സരം ഫസ്റ്റ് പ്രൈസ് ശബരി, സെക്കൻഡ് പ്രൈസ് റമിനാസ്. ഇനി ആകർഷകമായ മെഹന്തി മത്സരമാണ്. ഫസ്റ്റ് പ്രൈസ് ഷഹദ. ഒന്നാം സമ്മാനം ക്യാഷ് പ്രൈസ് ആണ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൗണ്ട് സ്റ്റോൺ ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾസ് ചുക്ലി, ഷഹദ. സെക്കൻഡ് പ്രൈസ് നാജിയ. ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് പ്രൈസ് വിഘ്നേശ്വര പവർ ടൂൾസ് റെന്റൽ ഷോപ്പ് ആണ്ടിപ്പിടിക ചുക്ലി. അടുത്ത സമ്മാനദാനം ആണുങ്ങളുടെ സാരി ഉടുക്കൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ശബരിക്കുള്ള സമ്മാനദാനമാണ്. സാരി ഉടുക്കൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ശബരിക്കുള്ള സമ്മാനം. അപ്പോൾ
നമ്മുടെ പരിപാടിയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി നിർത്താം. സാംസ്കാരിക സമ്മേളനം ഇനി കൊച്ചു കുട്ടികളെ അടക്കമുള്ള പരിപാടികളുണ്ട്. 45ഓളം പരിപാടികൾ കിടക്കുന്നുണ്ട്. ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകിട്ടാണ്. ക്ലബ്ബ് അമരന്തൻ സംഘടിപ്പിച്ച നാട്ടുപുലിമ 2025 സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാർക്കും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എൻ ഷംസീറാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ച ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചറാണ്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സാംസ്കാരിക സമ്മേളനം സ്വാഗതം ആശംസിച്ച NK ആശിഷ് ക്ലബ്ബ് അമരന്തൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ സമ്മാനദാനം റിപ്പോർട്ട് ചെയ്തത് നമ്മത്ത് സെക്രട്ടറിയാണ് അമരന്തൻ ക്ലബ്ബ്. അദ്ദേഹത്തിനും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ബിന്ദുരാജ് CK സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നാദാപുരം, അദ്ദേഹത്തിനും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. സാംസ്കാരിക സമ്മേളനത്തിൽ ആശംസ അറിയിച്ച് സംസാരിച്ച സന്തോഷം ചൊക്ലി 4ാം വാർഡ് മെമ്പറാണ്. അതുപോലെ ശ്രീജ PV ചൊക്ലി പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ, അനൂപൻ മുൻ പ്രസിഡന്റ് പാലൂർ ബ്ലോക്ക് പഞ്ചായത്ത്, JST ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചൊക്ലി പഞ്ചായത്ത്, R മുകുന്ദൻ മാസ്റ്റർ സാമൂഹ്യ പ്രവർത്തകൻ, നിത്യാട്ടൻ സാമൂഹ്യ പ്രവർത്തകൻ, അതുപോലെ ഫസൽ മൂസ സാമൂഹ്യ പ്രവർത്തകൻ, KK കനകരാജ് സാമൂഹ്യ പ്രവർത്തകൻ, നവാസ് AP, എല്ലാവർക്കും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് കണ്ടെത്തിയത് ബിരിയാണി ചാലഞ്ച് വഴിയാണ്. ബിരിയാണി ചാലഞ്ച് പങ്കെടുത്ത മുഴുവൻ പേർക്കും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ലൈറ്റും സൗണ്ടും നൽകി സഹകരിച്ചു പോരുന്നത് അന്നാസാണ്. അന്നാസിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ പരിപാടിക്ക് സ്ഥലം വിട്ടു നൽകിയ ബാബുവേട്ടൻ, പ്രത്യേകം അവർക്കും അവരുടെ ഫാമിലിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന മുഴുവൻ നാട്ടുകാർക്കും അമരന്തൻ്റെ ക്ലബിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞതായി അറിയിക്കുന്നു. താങ്ക് യു.